12 എണ്ണം കൊണ്ടുവരും, അല്ലേ 10, അതിൽ കൂടുതൽ എടുക്കത്തില്ല. കൂടി വന്ന ഒരു 300 രൂപ കൂടുതൽ എനിക്ക് കിട്ടത്തില്ല ഇതിനകത്ത്. 6 എണ്ണം ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കച്ചവടം തീരുമല്ലോ. കച്ചവടം തീർത്തു പോകല്ലോ. ഉമ്മയ്ക്ക് തന്നെ കൊടുക്കാണ് കേട്ടോ. ഉമ്മ ഇനി കാണുന്ന ഇവിടെ കൂടെ വരുന്ന പാവപ്പെട്ടവർക്ക് കൊടുത്തോളും. നാളെ മുതൽ ഉമ്മയുടെ ബിരിയാണി കഴിക്കാൻ ഇവിടെ ആൾക്കാർ വരും. തീർച്ചയായിട്ടും വരും. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ ചൂരനാട് അരീക്കൽ കലങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു ഉമ്മയെ കണ്ടു. ചിക്കൻ ബിരിയാണിയാണ്. ആകെ ഉമ്മ കൊണ്ടിരുന്ന 15 ബിരിയാണിയാണ്. 15 ബിരിയാണിയുടെ കച്ചവടമാണ്. ജീവിത സാഹചര്യമൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു കച്ചവടത്തിന് ഉമ്മ ഇറങ്ങിയിട്ടുള്ളത്. ഉമ്മയുടെ ബിരിയാണിക്ക് എത്ര രൂപയാ? ഞാൻ 100 രൂപ വെച്ചാ വിൽക്കുന്നത്. 100 രൂപയ്ക്ക് 12 ബിരിയാണി ആകെ കൊണ്ടുവരത്തുള്ളൂ. അതിനകത്ത് എനിക്ക് വലിയ ലാഭമൊന്നുമില്ല. പിന്നെ ഇത് ഇങ്ങനെ അങ്ങ് തുടർന്ന് പോട്ടെന്ന് വിചാരിച്ചു. കൂടുതലൊന്നും ലാഭം എടുക്കുന്നില്ല ഇതിനകത്ത്. ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല വിലയാണ്. ഇപ്പൊ 170 രൂപ വെച്ച ചിക്കൻ മേടിച്ചോണ്ട് അധിക ലാഭമൊന്നും എടുക്കുന്നില്ല. ഇതിനകത്ത് ലാഭമൊന്നുമില്ല. പിന്നെ ഒരു കൂടി വന്ന ഒരു 300 രൂപ കൂടുതൽ എനിക്ക് കിട്ടത്തില്ല ഇതിനകത്ത്. ഉമ്മ ഇങ്ങനെ ഒരു കച്ചവടത്തിന് ഇറങ്ങാനുള്ള കാരണം എങ്ങനെയാണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിന്റെ ആ ഒരു ഇത് കണ്ടപ്പോ ഒരു മനസ്സിനകത്തൊരിത്, നമുക്ക് വീട് ആയിട്ട് ഹസ്ബൻഡൊക്കെ സുഖമില്ലാതിരിക്കുമ്പോ പിന്നെ ബ്ലഡ് ബ്ലോക്ക് ആ തലച്ചോറിൽ 10 വർഷം കൊണ്ട് വണ്ടാനത്തെ ചികിത്സ, 10 അല്ലെ 11 വർഷമാവുന്നു വണ്ടാനത്തെ ചികിത്സയിലിരിക്കുക. പിന്നെ എനിക്ക് അസുഖമുണ്ട്, തൈറോയ്ഡ് ഉണ്ട്. പിന്നെ ഓരോ അസുഖങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. ആശുപത്രി പോകാനായാലും വരാനായാലും ഒന്നും നമ്മുടെ ഈ 10 പൈസ എടുക്കാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനിത് സ്വയം തൊഴില്. ഞാൻ മിക്കവാറും ആൾക്കാരെ കാണുമ്പോൾ അവരുടെ കയ്യിൽ 100 ബിരിയാണി 50 ബിരിയാണി ഒക്കെ കാണും. നമുക്ക് അത്രയൊന്നും എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിലും അതിനൊരു ക്യാഷ് വേണമല്ലോ മോനെ. അന്നേരം അതിന്റെ അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ മോനെ. അത് കിട്ടുന്ന വലിയ ഒരു ഇതായിട്ടാണ് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് തൃപ്തിപ്പെട്ടു പോവുക. 15 ബിരിയാണി എങ്കിൽ 15 ബിരിയാണി, 15 ബിരിയാണി എങ്കിൽ 15 ബിരിയാണി. ഉമ്മ ഈ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഇതിപ്പോ അരീക്ക കലങ്ങിന്റെ അവിടെ, ചൂരനാട് അരീക്ക കലങ്ങിന്റെ അവിടെ. ഇത് കൊല്ലം ജില്ലയല്ലേ? കൊല്ലം ജില്ല. ഉമ്മ ഞാൻ ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്നവർക്ക് ബിരിയാണി വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മക്ക് ചെയ്ത് കൊടുക്കാം. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 10-50 ഒക്കെ ആണെങ്കിൽ ഒരു 10-25 എണ്ണം 10-30 എണ്ണം ഒക്കെ ഓർഡർ കിട്ടുവാന്നുണ്ടെന്ന് വരില്ല, അത് ചെയ്തു കൊടുക്കും. അതുപോലെ നാളെ മുതൽ ഉമ്മയുടെ ബിരിയാണി കഴിക്കാൻ ഇവിടെ ആൾക്കാർ വരും. തീർച്ചയായിട്ടും വരും. കാരണം ഉമ്മയെ പോലുള്ളവരെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു 15 ബിരിയാണി കൊണ്ടുള്ള കച്ചവടമാണ് കേട്ടോ. വലിയ ലാഭമൊന്നും എടുക്കാനുള്ള ഒരു ലാഭമോ ഇല്ല ഇതിനകത്ത്. ഒരു എല്ലാം ഇത് 100 രൂപ വെച്ചായാലും ഇത് കൊണ്ടുപോകുന്നവർക്ക് ഒരാൾക്ക് വയർ നിറച്ച് കഴിക്കത്തക്ക വലിയൊരു പൊതിയാ കൊടുക്കുന്നത് നമ്മളല്ലേ. പൊതി അതിനകത്ത് കറി പ്രത്യേകിച്ചാ വെക്കുന്നത്. ഉമ്മയുടെ പൊതി ഒന്ന് കാണിച്ചേ, 2 പൊതി ഒന്ന് എടുത്തേ. ഇത് ഈ പൊതിക്കകത്ത് കറി സെപ്പറേറ്റ് ആയിട്ടായിരിക്കുന്നത്. വലിയ പൊതിയാണ് കേട്ടോ. 100 രൂപയ്ക്ക് ഒരാൾക്ക് വയറും മനസ്സും നിറച്ച് തന്നെയാണ് ഉമ്മ കൊടുക്കുന്നത്. ഈ 15 ബിരിയാണി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം, അത്രേ പറ്റത്തുള്ളൂ. സാധാരണ നമ്മൾ വീഡിയോ കാണുമ്പോൾ അവരുടെ കയ്യിൽ വലിയ ചെമ്പിൽ ബിരിയാണി കാണും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. അപ്പൊ ഇവിടെ ഒരു കടയുണ്ട്. ആ കടയുടെ ഫ്രണ്ടിൽ ഉമ്മ കാണും. 100 രൂപയ്ക്ക് ബിരിയാണി വിൽക്കുകയാണ്. അപ്പൊ ഉമ്മയുടെ കച്ചവടത്തെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ സാധാരണ ബിരിയാണി കച്ചവടം ചെയ്യുമ്പോൾ പറയുന്ന പോലെയല്ല. കാരണം ഉമ്മ ആകപ്പാട് വിൽക്കുന്ന 15 ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് വാങ്ങിച്ച് സഹായിക്കണം. 15 20 ആക്കണം, 20 50 ആക്കണം, 50 100 ആക്കണം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൈപിടിക്കണം. എത്ര എണ്ണം കൂടെ ഉണ്ട് ഇനി? 5 എണ്ണം അല്ലേ? 6 എണ്ണം ഉണ്ട്. അപ്പൊ 6 എണ്ണം ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കച്ചവടം തീരുമല്ലോ. കച്ചവടം തീർത്തു പോകല്ലോ. അതോ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ ഇവിടെ? ഇല്ല, വേറെ ആരും ഇല്ല. അപ്പൊ ഉമ്മ ഈ പെട്ടിക്കകത്ത് ഇത് കയറ്റിക്കും, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഉമ്മയ്ക്ക് എൻ്റെ വക ഒരു ചെറിയ സന്തോഷം തരികയാണ്. അപ്പൊ ഇത് 6 ബിരിയാണി ഉണ്ട്. പെട്ടി വലിയ, ഞാൻ ഇതിനകത്താ കൊണ്ടുവരുന്നത്. ഉമ്മ ഇതിനകത്താണോ കൊണ്ടുവരുന്നത്? അപ്പൊ ഒരു കാര്യം, ഞാൻ കിറ്റി കൊണ്ടുപോയിക്കോളാം. അല്ലെങ്കിൽ ഉമ്മാടെ തരട്ടെ, ഇത് ആർക്കെങ്കിലും കൊടുക്കാവോ? പാവപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആർക്കെങ്കിലും കൊടുക്കാവോ? ഇവിടെ വെച്ച് കൊടുക്കാമല്ലോ. അപ്പൊ ഉമ്മാടെ ബിരിയാണി വാങ്ങിച്ചിട്ട് അത് ഉമ്മാക്ക് തന്നെ എടുക്കുകയാണ്. കാരണം ഇവിടെ വരുന്ന ഏതെങ്കിലും പാവപ്പെട്ട ഒരു വഴി കൂടെ ഒക്കെ പോകുന്ന അവർക്ക് കൊടുത്തേക്കണം കേട്ടോ. ഇത് വിൽക്കരുത്, ഇനി വിൽക്കരുത്. ഇനി നാളെ കച്ചവടം ചെയ്യാം. അപ്പൊ കച്ചവടം തീർന്നല്ലോ. അപ്പൊ കച്ചവടം എല്ലാം ഉഷാറാവും. ഉമ്മയുടെ സ്ഥലം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞോ ആൾക്കാർ? അരീക്കൽ കലങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ബിരിയാണി ആയിട്ട് ഈ ഉമ്മയെ കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ.